നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മുളങ്കുന്നത്തുകാവിൽ ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഗോഡൌണിൽ രാത്രിയുണ്ടായ വൻ തീപിടുത്തത്തിൽ തൊഴിലാളിയായ യുവാവിന് ദാരുണാന്ത്യം. പാലക്കാട് ആലത്തൂർ അമ്പലക്കാട് മുച്ചിത്തറ വീട്ടിൽ വേലായുധന്റെ മകൻ നിബിനാണ് പൊള്ളലേറ്റ് മരിച്ചത്. കൊച്ചി നഗരത്തിൽ സ്കൂൾ ബസിന് തീപിടിച്ചു. കുണ്ടന്നൂർ ജംഗ്ഷനിലെ SH സ്കൂളിന്റെ ബസിനാണ് തീ പടർന്നത്. അപകട സമയത്ത് കുട്ടികൾ ആരും ബസിൽ ഇല്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. സ്കൂളിലേക്ക് കുട്ടികളെ എടുക്കാൻ പോകുമ്പോഴായിരുന്നു സംഭവം. തൃശൂർ ജില്ലയിൽ തീരസുരക്ഷ ഉറപ്പാക്കാൻ ബോട്ടുകളുടെയും ഇൻബോട്ട് വള്ളങ്ങളുടെയും ഭൗതിക പരിശോധന നടത്തുമെന്ന് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. മേലണ്ടൂർ സമതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. ഫോക്ലോർ അവാർഡ് ജേതാവ് രമേശ് കരിതലക്കൂട്ടം മുഖ്യാതിഥിയായിരുന്നു. മത്സ്യകൃഷി രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് സംസ്ഥാന പുരസ്കാരം. തദ്ദേശ സ്ഥാപനങ്ങളിൽ കൊടുങ്ങല്ലൂരിന് 1ാം സ്ഥാനം ലഭിച്ചു. 2ാം സ്ഥാനം പൊയ്യ ഗ്രാമപഞ്ചായത്തിനാണ്. മത്സ്യബന്ധന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യ കർഷക ദിനാചരണവും മത്സ്യ കർഷക സംഗമവും സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്തി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമൻ അധ്യക്ഷത വഹിച്ചു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ 38ാമത് ഡിവിഷൻ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് KN രാമൻ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്തിലെ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും റാങ്ക് ലിസ്റ്റ് റദ്ദു ചെയ്യുക, കൊടകരയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക, പഞ്ചായത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും കൊടകര പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെയും കോൺഗ്രസ് കൊടകര മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മാള ഹോളി ചൈൽഡ് ICSE സെൻട്രൽ സ്കൂളിന് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം. വിജയികളായ വിദ്യാർത്ഥികൾ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. 3 ഗോൾഡും 2 സിൽവറും 2 ബ്രോൺസും കരസ്ഥമാക്കിയാണ് കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ സ്കൂളിന് ഉന്നത വിജയം നേടിക്കൊടുത്തത്. ധീവരസഭ പുത്തൻവേലിക്കര തുരുത്തൂർ ശ്രീകുമാരവിലാസം സഭ ശ്രീ സുന്ദരേശ്വരി ക്ഷേത്രത്തിലെ അഷ്ടമംഗല പ്രശ്നപരിഹാര ക്രിയകളും അഷ്ടബന്ധ നവീകരണ കലശവും നടന്നു. ക്ഷേത്രം തന്ത്രി ചാണാടിക്കൽ സുരേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.